ഒരു ദിവസം ഒരാൺകുട്ടി ഒരു കെണിവെച്ച് രാത്രിയിൽ ഒരു ഡ്രാഗനെ പിടിക്കാൻ ശ്രമിച്ചു. പിറ്റേന്ന് രാവിലെ അവന്റെ ശ്രമം വിജയിച്ചു. ഒരു യഥാർത്ഥ ഡ്രാഗൺ അവന്റെ കെണിയിലകപ്പെട്ടു. അത് ചൂടുള്ള ശ്വാസമെടുക്കുകയും അതിന്റെ കണ്ണുകൾ തീ പോലെ തിളങ്ങുകയും ചെയ്തു. അതിന്റെ ശരീരം മുഴുവൻ കയറുകളിൽ കെട്ടിയിട്ടിരുന്നു. ആൺകുട്ടി തന്റെ ആയുധമുയർത്തി അടിക്കാൻ തയ്യാറായി. പക്ഷേ അപ്പോൾ അവരുടെ കണ്ണുകൾ തമ്മിൽ കണ്ടുമുട്ടി. ആ നിമിഷമെല്ലാം മാറിമറിഞ്ഞു. ആ കണ്ണുകളിൽ കോപമോ ഭ്രാന്തോ ഉണ്ടായിരുന്നില്ല. അവ ക്ഷീണിച്ചതും നിഷ്കളങ്കവുമായിരുന്നു. ആൺകുട്ടിക്ക് അതിനെ ഉപദ്രവിക്കാൻ കഴിഞ്ഞില്ല. അവൻ പിന്നോട്ടു മാറി. പക്ഷേ കുറച്ച് ചുവടുകൾക്ക് ശേഷം അവൻ നിന്നു. അവൻ തിരിഞ്ഞുവന്ന് ഡ്രാഗണിന്റെ കെട്ടുകൾ പതുക്കെ അഴിച്ചു. ഡ്രാഗൺ സ്വതന്ത്രനായതും അത് അലറി അവനിലേക്ക് ചാടി. പക്ഷേ ആൺകുട്ടിയെ ഉപദ്രവിക്കുന്നതിന് പകരം അത് പറന്നുപോയി. അതിന്റെ ചിറകുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചിരുന്നു. അത് അടുത്തൊരു സ്ഥലത്ത് ഇടിച്ചിറങ്ങി. ആൺകുട്ടി പതുക്കെ അതിനെ പിന്തുടർന്നു. ഡ്രാഗണിനെ ക്ഷീണിതനും ദുർബലനുമായി കാണപ്പെട്ടു. ഒരു കൈയിൽ ആൺകുട്ടിയുടെ കയ്യിൽ ഒരു മീനും മറ്റേ കൈയിൽ ഒരു കത്തിയും ഉണ്ടായിരുന്നു. ഡ്രാഗൺ അവൻ വരുന്നത് കണ്ട് പ്രതിരോധത്തിലായി. അതിനാൽ ആൺകുട്ടി കത്തി താഴെയിട്ടു. താനൊരു ഭീഷണിയല്ലെന്ന് അവനെ ബോധ്യപ്പെടുത്തി. ഡ്രാഗൺ ഒരു നിമിഷം തുറച്ചുനോക്കി. എന്നിട്ട് അത് മീൻ തട്ടിയെടുത്തു. അത് വിശന്നിരിക്കുകയായിരുന്നു. പിന്നീട് ആൺകുട്ടി ഒരു കാര്യം ശ്രദ്ധിച്ചു. ഡ്രാഗണിന്റെ വാലിന്റെ പകുതിയും നഷ്ടപ്പെട്ടിരുന്നു. അതുകൊണ്ടാണ് അതിന് പറക്കാൻ കഴിയാതിരുന്നത്. അവൻ ഒരു പുതിയ വാൽ നിർമ്മിച്ചു. ബലമുള്ളതും ഭാരം കുറഞ്ഞതും കൃത്യമായ ആകൃതിയിലുള്ളതും. അടുത്ത ദിവസം അവനൊരു ബാഗ് നിറയെ മീനുമായി തിരികെ വന്നു. ഡ്രാഗൺ മീൻ കഴിക്കുമ്പോൾ ആൺകുട്ടി അതിന്റെ പിന്നിലേക്ക് മാറി പുതിയ വാൽ പതുക്കെ ഉറപ്പിച്ചു. പെട്ടെന്ന് ഡ്രാഗൺ ചാടി പറന്നുയർന്നു. ആൺകുട്ടി അതിന്റെ പുറത്ത് മുറുകെ പിടിച്ച് അതിൽ സവാരി ചെയ്തു. പക്ഷേ അവർക്ക് അധികം ദൂരം പോകാൻ കഴിഞ്ഞില്ല. ഡ്രാഗൺ വീണ്ടും താഴെ വീണു. എന്തോ ഒരു പ്രശ്നം ഇപ്പോഴുമുണ്ട്. പിറ്റേന്ന് ആൺകുട്ടി ഒരു പരിശീലനക്കളത്തിൽ ഒരു ഡ്രാഗണുമായി യുദ്ധം ചെയ്യേണ്ടി വന്നു. അവന്റെ കൂട്ടുകാർ ഭയന്നുപോയി. പക്ഷേ അവൻ ശാന്തനും നിർഭയനുമായി നിന്നു. ഡ്രാഗൺ അവനിലേക്ക് പാഞ്ഞെടുത്തു. ആൺകുട്ടി അനങ്ങിയില്ല. ഡ്രാഗൺ ആശയക്കുഴപ്പത്തിലായി നിന്നു. ഇത് പിന്നോട്ട് മാറി. ശരിയായ നിമിഷം വന്നപ്പോൾ അവൻ വാതിലടച്ചു. നിങ്ങൾ എന്തു ചെയ്യുമായിരുന്നു?